ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് യുവജന ധ്യാനത്തിലൊക്കെ ചിലപ്പോൾ സ്വന്തം ഇഷ്ടം കൊണ്ട് വന്നതാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടുകാര് നിർബന്ധിച്ചത് കൊണ്ട് വന്നതാകാം. നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്കിൻ്റെ അടുത്ത് പിടിച്ചതെങ്കിൽ സന്തോഷത്തോടെയാണോ നീ ഇരിക്കുന്നത് ചോദിച്ച മുഖത്ത് നോക്കിയിട്ട്. പിന്നെ വലിയ സന്തോഷമാണ്, ബീട്രൂട്ട് ഉപ്പേരി വെച്ചുള്ള ചോറും തന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ഈ സന്തോഷമാണ് ചോദിക്കുന്നത്. ചിലവരൊക്കെ മുഖത്ത്, ഞാൻ നേരത്തെ ഇവിടെ പാട്ട് പാടുമ്പോൾ എന്നിൽ നിറയണമേ എന്നിൽ പടരണമേ, അപ്പോൾ എപ്പത് കഴിയുന്നതാ ഇനിയിപ്പോൾ അടുത്ത സത്യമായിട്ട് നിങ്ങളുടെ കയ്യടി കാണുന്നുണ്ടല്ലോ. ആ സഹോദരൻ 50 അടിച്ച സഹോദരൻ കേട്ടോ, 50+ മനസ്സിലാവുന്നുണ്ട്. ഈ സഹോദരൻ 40+ ആണ്, മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അപ്പൊ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ണ്, നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഓരോരുത്തർ ഇപ്പൊ കയ്യടിക്കണ്ടായിരുന്നു ധ്യാനത്തിന് വന്നിട്ട്. ഞാൻ നിങ്ങളുടെ മുഖം കാണുമ്പോഴുണ്ടല്ലോ, സത്യത്തിൽ എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ചിരിക്കാമോ, ഒന്ന് പരസ്പരം അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് ഒന്ന് ചിരിക്കാമോ? ചിരിക്കാൻ പോലും കാശ് കൊടുക്കണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ധ്യാനത്തിൻ്റെ ഇടയിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനും പണ്ടിത് ചിന്തിച്ചൊരു വ്യക്തിയാണ്, ഇവർക്കിത് ഒന്നെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞ് പൊക്കോടെ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് അങ്ങോട്ട് പറഞ്ഞു പോവാ, നിങ്ങളുടെ ജോലി കഴിഞ്ഞല്ലോ. ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച വരെ ഇരിക്കാൻ സമ്മതിച്ചിട്ടിരിക്കണം. ബിരിയാണിയാണ് കേട്ടോ ഞായറാഴ്ച. ഇപ്പൊ അതാണ് മുന്നേ വെച്ചിരിക്കാം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുപ്പിക്കണേ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. നമ്മൾ പുട്ട് കണ്ടല്ലോ, പുട്ട് നിങ്ങളവിടെ എന്താ പറയാ, പിട്ടെന്നാണോ പറയാ? പുട്ടുന്നതിന്റെ ഭാഗ്യം, സ്റ്റീം കേക്ക് എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, എന്താ ചിരിച്ചത്? അതിന്റെ പേര് സ്റ്റീം കേക്ക് എന്നാ. അതറിയില്ല, ഇംഗ്ലീഷിൽ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റീം കേക്ക്, പുട്ടിന്റെ ചിത്രം വരൂല കേട്ടോ. ഞാനിത് മാൽഡീവ്സിൽ കൊണ്ട് പഠിച്ചത് സ്റ്റീം കേക്ക് ഹല്ലേലൂയ. അപ്പൊ ഈ പുട്ടിനെ നമ്മുടെ അമ്മയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ ഈ പുട്ട് അങ്ങോട്ട് കുത്തിയുന്നത് രംഗം നമ്മൾ കാണാം. നമ്മൾ ചിന്തിക്കും ഇപ്പൊ ഈ പുട്ട് മുഴുവൻ എനിക്കാണെന്ന്. പക്ഷെ സത്യത്തിൽ ഇത് നമുക്ക് കിട്ടുമോ? കുറച്ച് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ അതിനൊരു ബ്രേക്ക് പോയിന്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ബ്രേക്ക് പോയിന്റിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ ഉപയോഗിച്ചൊരു സംഭവമാണ് നാളികേരം. അതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കും. എത്ര ഡിസ്റ്റൻസ് വേണോ അത്ര ഡിസ്റ്റൻസ് എത്തുമ്പോൾ അവർ നാളികേരം ഇട്ട് കൊടുക്കും. അപ്പൊ അത്രയും സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്ത് വരിക, ഒരു ബ്രേക്ക് പോയിന്റ് ആണ്. ഈ ബ്രേക്ക് പോയിന്റിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി വേണോ വേണ്ടയോ. അതിന്റെ കൂടെ തന്നെ ഈ പുട്ടിന്റെ ഉള്ളിൽ സ്റ്റീം കേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിൽ സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? ആവി കടന്നു പോകാനാണ്. അപ്പൊ ഈ പൊടികൾക്കിടയിൽ കൂടെ ആവി കടക്കാനായിട്ട്, സുഗമമായിട്ട് ഇങ്ങനെ കടക്കാനായിട്ടാണ് പണ്ട് മുതലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തിടുന്നത്? നാളികേരിടുന്നത്. ഇനി ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളിങ്ങനെ നീണ്ട പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചിലവര് അപ്പോഴാണ് എന്ന് പറയുമ്പോ ആയിക്കോട്ടെ, ഇനി എന്താ പറയണേ? ഹല്ലേലൂയ. ഒരു സുഗമമായ ഒരു ക്ലാസിന്റെ ഒരു പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങുന്നതാണ്. നിങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഹല്ലേലൂയ പറയുമ്പോൾ, ഒരു പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ അത് സന്തോഷത്തോടെ പറയാം. ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരാട്ടോ ചെറുപ്പക്കാരുടെ ഒരു ധ്യാനം നടക്കുന്നു. ഒന്ന് സ്വരം പോലെ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇല്ലാണ്ട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. സത്യത്തില് സാധാരണ എനിക്ക് ധ്യാനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു ക്ഷീണക്ക് വരാറില്ല. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ആ ഡോറുകൾ കടക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ സത്യത്തിൽ ഒരു തല ചുറ്റുന്ന പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പ്രശ്നം കൊണ്ടല്ല കേട്ടോ. എനിക്ക് ക്ലാസ് എടുക്കാൻ ഏത് ആൾക്കാരെങ്കിലും വലിയൊരു പ്രശ്നമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴേക്കും ഞാൻ തളർച്ച വരണ പോലെ. അപ്പൊ ഞാനൊരു സഹോദരനോട് ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞ ആള് ചൂടുവെള്ളം കൊടുക്കും. ഇപ്പൊ കുറച്ച് ശക്തി വന്നിട്ടുണ്ട്. പ്രായത്തിന്റെ ഒന്നല്ല കേട്ടോ. ഹല്ലേലൂയ. സത്യത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ തന്നെ 2005 19 വയസ്സില്, അപ്പൊ നിങ്ങൾ വയസ്സ് കിട്ടുമോ? ഇയാൾക്ക് എത്ര വയസ്സായിട്ട്
41 കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സർവ്വീസ് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തില് ഫിലിം ഫീൽഡില്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സിനിമ ഫീൽഡിലേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാണാൻ ലുക്കില്ലെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണാടി മുമ്പിൽ നിൽക്കും നമ്മൾ ആരാണ്. അടുത്തിരിക്കുന്ന ആളെ മുഖത്തോട് ചോദിച്ചു, ഞാൻ സുന്ദരനല്ലേ സുന്ദരിയല്ലേ എന്ന് ചോദിച്ചു. എന്നോടല്ല ചോദിക്കേണ്ടത്, ഞാൻ പെണ്ണിട്ട് 4 പിള്ളേരായി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. സുഹൃത്തൊന്ന് ചോദിക്കണം, ഞാൻ സുന്ദരനല്ലേ ചോദിച്ചത്. ആ പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നമുക്ക് നമ്മെ തന്നെ ഇഷ്ടമില്ല. അപ്പൊ എനിക്ക് അന്ന് കുറച്ച് പല്ലൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ മുഖമൊക്കെ വണ്ണം കുറഞ്ഞിട്ടൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ജിമ്മിൽ പോകണം, പിന്നെ ഡ്രസ്സിങ് ചെയ്യണം. സത്യത്തിൽ പണ്ടത്തെ ആ കോളേജിലൊക്കെ പഠിക്കുന്ന ഫോട്ടോസ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അയച്ചു തരും, കണ്ടുപിടിക്കാമോ ആരാണെന്ന്. അപ്പൊ നമുക്ക് ആ ഫോട്ടോ കാണാൻ നമുക്ക് തന്നെ ചിരി വരും. നിങ്ങൾക്ക് ചിരി വരില്ല, കാരണം എന്താണെന്ന് പറയുക, നിങ്ങളിപ്പം ആ സ്റ്റേജിലായിട്ട്. അപ്പോൾ എൻ്റെ ഒരു 19-ാം വയസ്സിലാണ് ഞാനിങ്ങനെ ധ്യാനത്തിന് പോകും. ധ്യാനത്തിന് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് നിർബന്ധിച്ചു. ധ്യാനത്തിനെത്തുമ്പോൾ എന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ധ്യാനം കൂടി നീ പോയാൽ ഫിലിം ഫീൽഡിൽ നീ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും സൂപ്പർ സ്റ്റാർ ആവും. കാരണം അവരൊക്കെ ധ്യാനം കൂടിയിട്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ മമ്മൂട്ടി മോഹൻലാലൊന്നല്ല, വേറെ പല ഓഫറുകളും നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഓഫർ ഇല്ലാണ്ടല്ല നിങ്ങൾ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തോന്നി IFAയുടെ കെനോസിസ് യൂത്തിന്റെ ധ്യാനത്തിന് കൂടണം. വലിയ സന്തോഷത്തോടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര പേരുണ്ട് ഇവിടെ? ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിട്ടോ. എത്ര ഒന്നും തള്ളും വീട്ടിൽ നടന്നിട്ടുണ്ടാവോ? ഹല്ലേലൂയ. സഹകൃതി പറഞ്ഞേ ഹല്ലേലൂയ. കാസർഗോഡ് നിന്നുണ്ടെങ്കിൽ ഇല്ല, നമുക്ക് ട്രിവാൻഡ്രം തൊട്ടെങ്കിൽ അങ്ങേറ്റത്ത് ഇപ്പൊ കണ്ണൂര്, പിന്നെ കുറച്ചൊരു വയനാട്, കോഴിക്കോട് പറഞ്ഞുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ജില്ലകൾ പഠിപ്പിക്കാനല്ല. അപ്പോൾ വലിയ ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നു. നമുക്കറിയാതെ നമ്മളിവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വലിയ സന്തോഷത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നവർ ചുരുക്കമായിരിക്കും. തീർച്ചയായും നമ്മുടെ പിന്നിൽ നിന്ന് പുട്ടിന് കുത്തുന്ന പോലെ ഒരാൾ കുത്തിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ. നീ ഒരു ധ്യാനത്തിന് പോയി ധ്യാനം കൂടി കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാണ്. 45 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ ധ്യാനത്തിന് ഇല്ല. 18 വയസ്സിന് താഴെയുള്ളവരുണ്ടോ? ഉണ്ട്. ഓക്കെ, കൂടുതലും ഒരു 30 വയസ്സിന് മുകളിലുള്ളവർ എത്ര പേരുണ്ട്? 30 വയസ്സിന് മുകളിലുള്ളവർ. കല്യാണം ആലോചിക്കാനല്ല കേട്ടോ, എല്ലാവരും അങ്ങോട്ട് നോക്കാം. 30 വയസ്സെന്ന് പറയുമ്പോ നിങ്ങൾ നോക്കണ മക്കളെ. ഇന്നിപ്പോ നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും പെണ്ണുങ്ങളെ കിട്ടാണ്ട് നടക്കണേ. ഹല്ലേലൂയ. നമ്മളൊക്കെ നോക്കുന്ന ആരെയാണെന്നറിയോ? നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരാൾക്ക് നമ്മള് നോക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവര്, ആ ഒരു ധ്യാനത്തില് സത്യത്തില് ദൈവം എന്നെ തിരിച്ചറിഞ്ഞു എന്നൊരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നപ്പോഴാണ് അന്ന് ഫിലിം ഫീൽഡിലേക്കോ അല്ലെങ്കിൽ വേറെ പല മേഖലകളിലേക്കോ പോകാൻ ആഗ്രഹിച്ച് ഞാൻ ഇന്ന് ലൈവായി ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ മുമ്പേ പിടിച്ച സിനിമകൾ കാണുന്നത് പോലെയല്ല ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ടാണ് പ്രസംഗിക്കുന്നതും അഭിനയിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ്വതി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്ത 2 വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ തിരുവചനമുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാ നോട്ടൊക്കെ ചെയ്തോട്ടാണ്, കാണിക്കാത്ത രീതിയിൽ. വീട്ടിൽ പോയിട്ടൊന്നും നോക്കാൻ ഒരു പോകുന്നില്ല. കാരണം നമ്മൾ എത്ര ധ്യാനത്തിന് കൂടി പോയാലും ആ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, മത്തായി 16:26 എന്താ പറയുന്നത്? എല്ലാവർക്കും വചനം വായിക്കാൻ അറിയോ? ബൈബിൾ വയ്ക്കണം നിങ്ങളുടെ കയ്യിൽ. ഞാൻ തന്നെ വായിക്കണം അല്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത്? അവിടെ ബൈബിളൊക്കെ ഇരിക്കുന്നുണ്ടോ? ചേട്ടാ ഇവർക്ക് ഇടയ്ക്ക് കൊടുത്ത കയ്യിൽ വെച്ചിരുന്നോട്ടെ. ആ ബൈബിളിന്റെ കടം കൊണ്ടേലും ചിലപ്പോൾ ഉറങ്ങുമ്പോൾ വീഴുമ്പോ വീഴാണ്ടിരിക്കാലോ. ഹല്ലേലൂയ.
അപ്പൊ ഒരു വചനമാണ് എന്നെ പിടിച്ചത്. മത്തായി 16:26 ഒന്നുകൂടി പറഞ്ഞ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം, പറയുന്നത് ക്ലിയർ ആണ്, ഓക്കെയാണ്, സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം? അപ്പൊ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത, എന്തുകൊണ്ട് പ്രശ്നം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ തന്നെ സ്വയം ന്യായീകരണം നടത്തുമ്പോഴാണ് അടുത്തൊരു വചനം കിട്ടുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകം, അത് വളരെ ശക്തമായൊരു വചനമാണ്. അപ്പൊ അവൻ ചേട്ടൻ ഒരാൾക്ക് പോലും തോന്നിയില്ല അയാളൊന്ന് സഹായിക്കണമെന്ന്. നമ്മൾ പിന്നെ കാശ് എടുത്തിരിക്കണമാണ് അല്ലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം. അപ്പൊ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തത് മത്തായി 16:26, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പൊ തന്നെ ഞാൻ തന്നെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ജീവിക്കണ്ടേ, എനിക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹിക്കണ്ടേ. പിന്നെ എന്താ പ്രശ്നം? ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ. ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോഴും നമ്മളോടും പറഞ്ഞത് സന്തോഷത്തോടെ ജീവിക്കാനല്ലേ എന്നൊക്കെ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വചനം സ്ട്രൈക്ക് ചെയ്തതാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം. അവിടെ വചനം ഇങ്ങനെ പറയാണ്, യുവാവേ യുവത്വത്തിൽ നീ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിലെ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ 11 കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ പിന്നെ എത്രയാ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ മാഷിന്റെ പണി ഇവിടെ എടുക്കാനാണോ താൻ വന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. ഞാനൊരു മാഷായതുകൊണ്ട് ചിലപ്പോൾ ശീലം വരുന്നതായിരിക്കാം. 12 കഴിഞ്ഞാൽ 13 എന്ന് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലോ 13 മുതൽ 13 എന്ന് പറഞ്ഞ മുതൽ 19, 19 എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം നീ കൗമാര കാലഘട്ടത്തിലാണ്. കാരണം നിന്നെ കുറിച്ച് നിന്റെ പേരൻസിന് ആകുന്നതുണ്ടാവും, പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ ആകുന്നില്ല. കാരണം എന്താണെന്നറിയോ? യു ക്യാൻ ഡിസൈഡ് ഐദർ ഗുഡ് ഓർ ബാഡ്. ചിന്തകൾ മാറിപ്പോകും, പാളിച്ചകൾ വരും. പക്ഷേ നീ 19 വയസ്സ് 19 കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു സമയത്ത് ധ്യാനം കൊടുത്തു. അപ്പൊ എന്നോട് ഈശോ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളെ പങ്കുവെച്ചാണ് കേട്ടോ. ഈശോ പറയാണ്, യുവാവേ, നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് എത്തി 20 onwards അല്ലെ. 19 കഴിഞ്ഞ പിന്നെ അവിടെ പിന്നെ ടീനേജ് ഇല്ല, ടീൻ എന്ന് പറയുന്നൊരു വാക്കില്ല, പിന്നെ യൂത്തിലേക്ക് കിടക്കാണ്. അപ്പോൾ പറയാണ്, യുവാവേ യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകൾ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. യെസ്, സന്തോഷിക്കട്ടെ. ഇത് ചുമ്മാ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയാം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എന്തേലും പോയി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നോ നോ നോ. ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ, ഞാനൊക്കെ പണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, ഇന്ന് ഫാമിലി പാക്ക് ആട്ടോ, പണ്ട് 6 pack ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ കുടുക്കൊക്കെ അയച്ചിട്ടു, പാൻറ്റൊക്കെ അങ്ങനെ ഇടുന്നു, പിന്നെ ഷർട്ട് അങ്ങനെ വെക്കുന്നു. അപ്പൊ ആൾക്കാർ നമ്മളോട് പറയും, ഇങ്ങനെ നമ്മൾ ഇട്ട് ധരിച്ചു പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ അന്നൊക്കെ ചില പെൺകുട്ടികളുണ്ട്, ഇങ്ങനെ ഉഷ്ണം കൂടുതലായതുകൊണ്ട് അവർ ഡ്രസ്സിന് ചില സ്ഥലങ്ങളിൽ ഓട്ടയിടും. നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ചിരി? ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വസ്ത്രങ്ങൾ ഓരോ രീതിയിൽ ഇടുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കള് മാതാപിതാക്കളൊക്കെ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല. ചിലപ്പോ നമ്മൾ മുടി വെട്ടാതെ, മുടിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇട്ട് നടക്കും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, എനിക്ക് പണ്ടിട്ടുള്ള വന്നൊരു ശീലമാണ്. ഇപ്പോഴും ചിലപ്പോ ഞാൻ അത് ആവർത്തിക്കും. പലപ്പോഴും ഈശോട് പറയും, ഇന്ന് ഞാനത് ആവർത്തിച്ചു കുർബാനയുടെ ഇടയിൽ. അതായത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രഷർ അല്ലെങ്കിൽ വല്ലതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ കരടി 2 സൈഡിലേക്ക് നമ്മൾ പൊട്ടിക്കുക. അപ്പൊ ഒരു സുഖം കിട്ടും. ഇവിടെ ഇതിങ്ങനെ ആക്കാറുണ്ട്, ഇതിങ്ങനെ മുട്ടിക്കുമ്പോൾ ഒരു പൊട്ടലുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്യണ്ട. ഇത് എന്തിനു ഞാൻ ശീലിച്ചെന്ന് വെച്ചാൽ, പണ്ട് സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മൾ നായകനായിട്ട് വരുമ്പോ അപ്പൊ അങ്ങനെ കൈയിടിക്ക് കിട്ടി ഇങ്ങനെ നോക്കും. പക്ഷെ പിന്നീട് എനിക്കിത് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എപ്പോഴായാലും ഒരു ശീലമായി. കാരണം എന്റെ പ്രഷറിനെ ഞാൻ തന്നെ പക്ഷെ ഇങ്ങനെയുള്ള കുറെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് നോ 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 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പറയാണ്, യുവാവേ യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും
കണ്ണിന്റെ അഭിലാഷങ്ങളെ പിൻചൊല്ലുക. നിനക്ക് എന്താണോ ഇഷ്ടം, എന്താണോ ആഗ്രഹം, നീ അത് ചെയ്തു കൊള്ളുക. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. കള്ളു കുടിക്കുക, ചീട്ട് കളിക്കുക, കാശില്ലെങ്കിൽ കാണിക്കുന്ന അപ്പന് നല്ല എന്താ പറയുക സ്ഥലമുണ്ടായിരുന്നു പാരമ്പര്യമായിട്ട്. അപ്പോൾ അപ്പൻ ചീട്ടുകളിയിൽ തോറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ മദ്യപിക്കാൻ കാശില്ലാണ്ടാകുമ്പോൾ അപ്പൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിക്കും. ആ സ്ഥലം നീ എടുത്തോന്ന് പറഞ്ഞ് കാശ് ഇറക്കി വീണ്ടും അങ്ങനത്തെ ഒരു ശീലമായിരുന്നു. പണ്ട് ഈ മദ്യപാന ശീലം എനിക്ക് കാണുമ്പോൾ ദേഷ്യമാണ് മദ്യപാനികളെ കാണുമ്പോൾ. കാരണം എൻ്റെ അപ്പൻ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിമാരും 3 ചേച്ചിമാരുണ്ട്, അമ്മയും വീടിന്റെ പുറത്തേക്ക് ഓടണം. കാരണം എന്താണെന്നറിയോ, അവരുടെ മേത്ത് കിടക്കുന്ന കുഞ്ഞ കമ്മല്, കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞ ചെയ്യൻ, ഇതൊക്കെയാണ് എൻ്റെ അപ്പന്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ. അത് പറിച്ചെടുക്കുക, അത് കൊണ്ടുപോയി വിൽക്കുക. അപ്പൊ അപ്പൻ വീട്ടിനകത്ത് കയറിയാൽ അമ്മയും ചേച്ചിമാരും വീടിന്റെ പുറത്താണ്. പക്ഷെ അപ്പൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ മദ്യപാനം നമ്മൾ. പക്ഷെ +2 കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിന്റെ ഒക്കെ അവസാനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ +2 കടക്കാൻ നിൽക്കുമ്പോഴാണ് ഫ്രണ്ട്സ് വഴി ഞാൻ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഞാൻ എൻ്റെ അപ്പനെ മനസ്സിലാക്കിയത്. വെറുതെ അല്ല കേട്ടോ എൻ്റെ അപ്പൻ, പാവല്ല എൻ്റെ അപ്പനെ ഞാൻ വെറുതെ കുറ്റം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരൻ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ എനിക്കുള്ളൊരു ഗുണം എന്താണെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് എത്ര കുടിച്ചാലും അത് പുറത്തേക്ക് വരാൻ ടൈം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് കുറെ കുടിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊന്ന് കിക്കാവെന്ന് പറയും. പക്ഷെ കിക്കായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണെങ്കിലും വസ്ത്രങ്ങൾ മേത്ത് ഉണ്ടാകാറില്ല. ഹല്ലേലൂയ. സഹോദരൻ പറഞ്ഞേ ഹല്ലേലൂയ. അവസാനം എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടുകിടത്തി ബെല്ലടിച്ച് അവർ പോകും. ഉണ്ണിമിശിഹാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്, നോക്കിയെടുത്തോന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറില് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നിന്റെ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ളത് കഴിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് നോ നോ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഭ്രാന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം. കർത്താവ് വചനം വീണ്ടും വായിപ്പിക്കുകയാണ്. നിന്റെ കണ്ണിന്റെ അഭിലാഷങ്ങളെ പിൻചൊല്ലുക. എന്നാൽ ഇവിടെയാണ് സഹോദരൻ, നമ്മൾ ഇവിടെ നിന്ന് പിന്നെ വായിക്കാൻ പിശാച് നമ്മൾ ഓർമ്മപ്പെടുത്തില്ല. ഇത്ര വരെ വായിക്കാൻ പിശാചും മിണ്ടത്തില്ല. എന്നാൽ പിന്നീടല്ലോ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നീ ഒന്ന് വായിക്കാൻ. പിന്നീടുള്ള വചനഭാഗം എന്താ പറയണെന്ന് അറിയോ? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? അന്ന് ബൈബിൾ ഇങ്ങനത്തെ ബൈബിൾ, പഴയ ബൈബിൾ ആണെങ്കിൽ 934 പേജാണ് കേട്ടോ. 934 സഭാപ്രസംഗം 11-ാം അധ്യായം 9-ാം തിരുവചനം. അപ്പൊ 9-ാമത്തെ തിരുവചനം പറയാണ്, യുവാവേ യൗവനത്തിൽ നീ നിന്നെ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ, ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. Whatever you want, you can do whatever you wish. നിന്റെ ആഗ്രഹപ്രകാരം നിനക്ക് എന്ത് ചെയ്യണോ നീ എന്തും ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്നാൽ ബട്ട് ഓർമ്മിച്ചു കൊള്ളുക. സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഓർമ്മിച്ചു കൊള്ളുക. ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക. കണ്ടോ, എന്റെ ഏറ്റവും വലിയ പ്രശ്നമായി ടെൻഷൻ വരിക അല്ലെങ്കിൽ ആകുലത എന്നുള്ളൊരു സ്വഭാവം. ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക. യുവത്വവും ജീവിതത്തിന്റെ പ്രഭാതവും മിഥ്യയാണ്. അടുത്തൊരു വചനം വായിച്ച 12-ാം അധ്യായം 1-ലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞേ, മത്തായി 16:26 ഈ ഒരു വചനം കൂടി കിട്ടിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, എത്ര വലിയ മയക്കുമരുന്ന്, എത്ര വലിയ മദ്യപാനം, എത്ര വലിയ മറ്റു ദുശീലങ്ങളുള്ളവരൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ അവരോട് ചോദിച്ചാൽ, നിങ്ങൾ അത് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം, എന്ത് കഴിച്ചിട്ടും എന്ത് കുടിച്ചിട്ടും അതിലൊരു സന്തോഷം കിട്ടുന്നില്ല, സാറ്റിസ്ഫിക്കേഷൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള ഗവൺമെന്റ് തൂഫാൻ എന്ന പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ എനിക്ക് സങ്കടം വരുന്നൊരു വലിയ കാര്യം എന്താണെന്നറിയോ? ഇതിൽ പെടുന്നതൊക്കെ വയസ്സന്മാരാണോ? അല്ലാതെ സൂപ്പർ ചുള്ളത്തി പെൺകുട്ടികളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല സൂപ്പർ പെൺകുട്ടികളും സൂപ്പർ ചുള്ളന്മാരും. യൂത്താണ് ഏറ്റവും കൂടുതൽ ഈ പോലീസിന്റെ കയ്യിൽ വിടുന്നത്.
50 വയസ്സിന് മുകളിലുള്ള ചേട്ടന്മാരൊന്നും ന്യൂസിലും ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും ഇത് പിടിക്കപ്പെട്ടു, ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം കിട്ടുന്നില്ല. നീ ഓർത്തുകൊള്ളുക, നീ നിന്റെ ജീവിതത്തിൽ എന്ത് വേണേലും ചെയ്തുകൊണ്ടോ, പക്ഷേ ദൈവം ഇതിനെല്ലാം നിന്നോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ആ ദിവസം എന്താണെന്ന് അറിയാത്തത് നമ്മുടെ പ്രശ്നം. ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഒരു കൗൺസിലിംഗ് ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം വളരെ ശക്തമാണ്. ദൈവത്തിനെ അറിയാമായിരുന്നില്ലേ ദൈവത്തിന്റെ കൂടെയുള്ള യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ? പിന്നെ എന്ത് മണ്ടനാണ് ഈശോ അവനെ സ്വന്തം ടീമിലിട്ടത്? അപ്പൊ അവൻ ചോദിച്ച ചോദ്യം വെറുതെ അല്ല. ഒരു നല്ലൊരു യൂട്യൂബർ ഉണ്ട്, മോട്ടിവേഷൻ സ്പീക്കർ അന്ന ജോസഫ് എന്നാണ്. അയാൾ പറഞ്ഞ ചോദ്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവ എന്നോട് ചോദിക്കുന്നത്. ഈശോയ്ക്ക് അറിയാമായിരുന്നില്ലേ യൂദാസ് ഈശോയെ ഒറ്റക്കൊടുക്കാൻ പോകുന്ന വ്യക്തിയാണ്? പിന്നെ എന്തിനാണ് ഈശോ ദൈവമാണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന്റെ സ്വഭാവം കയ്യിലുണ്ടായിരുന്നിട്ട് പോലും ഇവനെ സ്വന്തം ടീമില്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാ കൃപകളും നോക്കിയാൽ നമുക്ക് നല്ല ഇനി വരാൻ പോകുന്ന കാര്യം എങ്ങനെയാണ്, അല്ല ഇനി എന്താണ് സംഭവം? നമ്മളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നവരല്ല, അത് കാണുന്നവരൊക്കെയാണ്. അപ്പൊ ഓരോ ബോളും പോകുമ്പോൾ അവന് കൊടുക്കറ, ഇവന് കൊടുക്കറ. അപ്പൊ നമുക്കറിയാം അവന് കൊടുത്തിരുന്നെങ്കിൽ അത് ഗോളായിരുന്നു. അപ്പൊ ഇവൻ ചോദിച്ച ചോദ്യം വളരെ ശക്തമാണ്. യൂദാസ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടത് ഈശോയ്ക്ക് പറ്റില്ലേ? കഴിവില്ലേ? ഈശോയ്ക്ക് കഴിവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈശോ സ്വന്തം ടീമിൽ വിളിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് കുഴപ്പിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈശോ ഇതേപോലെ തന്നെ എന്നെ നിങ്ങളെയൊക്കെ ടീമിലിടുന്നത്. ഹല്ലേലൂയ. സർവ്വത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ധ്യാനം എന്ന് പറയുന്ന ഒരു ടീം വർക്കാ. ഇതിപ്പോ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ക്രിക്കറ്റ് കളിയിൽ കണ്ടിട്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുക. ഈ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സ്കോർ ചെയ്താൽ ടീം ഇങ്ങനെ റൺസ് കയറിക്കൊണ്ടിരിക്കും. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡെക്ക് ആയാലോ തീരുമാനമായി, ടീം തീരുമാനമായി. ഹല്ലേലൂയ. സർവ്വത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ ആണോ യൂദാസിനെ സ്വന്തം ടീമിലിട്ടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം ഞാൻ പകച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുക, സത്യത്തിൽ ഈശോയ്ക്ക് അറിയില്ലേ നെക്സ്റ്റ് നിമിഷം നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്നാ പിന്നെ ഈശോയ്ക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചോടെ. എത്ര നിരപരാധികളാണ് മരിച്ചു പോണേ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടത്, ഇങ്ങനെയുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തെക്കാൾ ഉപരിയായി ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്ന വിഷയം എടുത്തോണ്ട് പറഞ്ഞേ, സുഖമാണോ എന്ന് ചോദിച്ചേ. സുഖമാണോ? പ്രത്യേകിച്ച് നമ്മള് ദൂരെ യാത്രകളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ യാത്ര ചെയ്തതിന്റെ ക്ഷീണവും ഉച്ചയ്ക്ക് തിരക്കടില്ലാത്ത ഭക്ഷണവും AC റൂമിൽ ചുറ്റും മഴയൊക്കെ പെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇരുന്ന്, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് എൻ്റെ കണ്ണ് തുറന്നിട്ടൊക്കെ എല്ലാവരും ഇരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്ക് എടുത്തോണ്ട് പറഞ്ഞേ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ചിലവരെങ്ങനെയാണ് ഉറങ്ങണ പോലെയാ, കണ്ണൊക്കെ തുറന്നിട്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളില് ഉറക്കത്തില. ഹല്ലേലൂയ. സർവ്വതി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവത്വത്തിൽ നമ്മുടെ യൗവനത്തിൽ നാം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ നീ ചെയ്തോ എന്ന വചനം നമ്മൾ വായിക്കും. പക്ഷെ ഇതിനൊക്കെ നീ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന ആ ഒരു വചനം നമ്മൾ ചിന്തിക്കുന്നില്ല. നിന്റെ യൗവനത്തിൽ നീ ഇപ്പോൾ ആയിരിക്കുമ്പോൾ നാളെ എന്ത് എന്ന ചോദ്യം നിന്റെ വീട്ടുകാരോ ബന്ധുക്കളോ നാട്ടുകാരോ പറഞ്ഞിട്ടല്ല നീ തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ. സർവ്വതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? നാം പലപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോഴുണ്ടല്ലോ, വീട്ടുകാർ പറഞ്ഞു, അപ്പൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ബന്ധുക്കൾ പറഞ്ഞു ഇന്ന കോഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന ബ്രദർ പറഞ്ഞു, ഇന്ന അച്ഛൻ പറഞ്ഞു. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തെ നീ തുറന്നു പറഞ്ഞിട്ട്
വീട്ടുകാർ പറയുകയാണ് മോനെ ഇന്ന കാരണം കൊണ്ട് നീ അത് എടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഉത്തരമുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പെടുന്ന പ്രശ്നം എന്താ പറയുക, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ മിണ്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, +2 പരീക്ഷ എഴുതി ഉന്നതമായ വിജയം നേടി കണക്ക് പരീക്ഷയിൽ തോറ്റുപോയ ഒരു കണക്ക് അധ്യാപകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ +2 പരീക്ഷയില് എല്ലാ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ മറ്റെല്ലാ സബ്ജക്റ്റിനും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റായ മാത്സിനും എനിക്ക് ഉന്നത വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. പക്ഷെ എൻ്റെ ദുശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട് പരീക്ഷയ്ക്ക് നേരം വൈകി വരുന്ന അല്ലെങ്കിൽ പഠിച്ചത് എനിക്ക് പറ്റുന്നു. കാരണം തലേ ദിവസം ഹാങ് ഓവറൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ ആ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി. വീണ്ടും സേം പരീക്ഷ എഴുതി 2 സർട്ടിഫിക്കറ്റാണ് +2 എനിക്ക്. നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്? ഭാഗ്യട്ടാ, നിങ്ങളൊക്കെ ഭാഗ്യം. ഞാൻ ഈ 2 സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്നത് അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഈ സ്വഭാവം മാറാൻ വേണ്ടി എൻ്റെ മൂത്ത സഹോദരിക്ക് പാലക്കാട് ജില്ലയിൽ B.Edന്റെ ഭാഗമായിട്ട് അവിടെ വീടെടുത്തപ്പോൾ എന്നെയും ആ മൂത്ത സഹോദരിയുടെ കുടുംബം കൊണ്ടുപോയി ദുർഗുണ പാഠശാലയിൽ നിർത്താനായിട്ട്. കാരണം അവരെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള ചെറുപ്പക്കാരായിട്ട് ഞാൻ കമ്പനിയാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്വഭാവം എവിടെ കൊണ്ടുകൊണ്ടിട്ടാലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഈശോ സ്പർശിച്ചാലുണ്ടല്ലോ ഈ സ്വഭാവം എന്നെ മാറ്റും. ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പങ്കുവെച്ചത് +2 മാത്സ് തോറ്റ് വീണ്ടും പരീക്ഷ എഴുതി കഷ്ടിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് BSc കമ്പ്യൂട്ടർ സയൻസും BSc മാത്തമാറ്റിക്സും ഒരു B.Edും ഒരു TTCയും സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു അധ്യാപകനാണ് ഞാൻ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചത് ഏത് മാത്രം കൊടുത്താണോ? അയ്യോ, നിങ്ങൾ കൈയടിച്ചത് എനിക്ക് ബഹുമാനം കിട്ടാനല്ല കേട്ടോ. നിങ്ങൾ കൈയടിക്കാൻ പറയുമ്പോഴേ നിങ്ങളുടെ ശരീരം അറിയാണ്ട് ഇങ്ങനെ ചലിക്കലോ എന്ന് ആലോചിച്ചിട്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ ആഗ്രഹം ഞാനൊരു ഡോക്ടർ ആവണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ഇറങ്ങിയ സമയമാണ്. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചു. ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ജീവിതത്തിൽ പിന്നെ എനിക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? ബയോളജിക്ക് പകരം ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബാക്കി ഫിസിക്സും കെമിസ്ട്രി മാത്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നാലെ പോകുമ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഭാര്യ നേഴ്സാണ്. കഴിഞ്ഞ മാസം വരെ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഞാനൊരു നേഴ്സായാലും ഡോക്ടർ ആയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കിനി ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഒളിപ്പിച്ചു വെച്ച് വീട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയോ നീ നിന്റെ ജീവിതം മാറ്റുമ്പോഴുണ്ടല്ലോ, ഈശോ നമ്മെ കുറിച്ച് ഒരു വചനം പറയുന്നുണ്ട്. ജെറമ്യയുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. എന്താ വചനം പറയുന്നത്? നിന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഈശോയുടെ മനസ്സിലുണ്ടെന്ന്. അത് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? നിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി ഈശോയുടെ മനസ്സിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ പേരൻസ് നിന്റെ ബന്ധുക്കൾ ഇതേപോലെ തന്നെ നിന്നോട് സംസാരിക്കുമ്പോൾ നീ അവരോട് പറയണമെന്ന്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇന്ന് ഈ കാലഘട്ടം നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ യുവാക്കളൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ തലം താഴ്ത്തും, കയ്യിലൊരു ഫോണും പിടിച്ച് നോക്കും. അവിടെ വർത്താനം പറഞ്ഞാണല്ലോ അവർ നമ്മുടെ മുഖത്ത് നോക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ നാളെ ഉദ്ദേശിക്കുക, നീ ഉപദേശിച്ച ആദ്യം നീ റെഡി ആവാൻ നോക്ക്, എന്നിട്ട് ഞങ്ങളോട് അല്ലേ ആദ്യം നിങ്ങൾ റെഡിയാവുക. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പാരൻസിനെ കണ്ടു വളർന്നവരല്ല നമ്മൾ, അല്ലേ? നിന്റെ അപ്പനമ്മനും കണ്ടിട്ടല്ലേ നീ വളർന്നത്. ചിലപ്പോൾ അപ്പം മരിച്ചിട്ടുണ്ടോ, അമ്മ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആരെയൊക്കെ കണ്ടിട്ട് നമ്മൾ വളർന്നത്. ഇവരെ സ്വഭാവം ആർക്കറിയാം? ഇന്ന് ഇവരാണ് നമ്മൾ ഉപദേശിക്കാൻ വരുന്നത്. അവൾക്ക് ചിരിക്കുക. കാരണം പറയാം, അവൻ നല്ല ഉപദേശം കൊണ്ടാണ് നോക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഈ ഞണ്ടിനെ കണ്ടോടാ, ഞണ്ടിനെ ഒരിക്കൽ പോലും
ഫ്രണ്ടിലേക്കോ ബാക്കിലോട്ടോ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ പഠിപ്പിച്ചോ, ഞണ്ട് ക്രാബിന് ഒരിക്കലും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും എങ്ങനെ സഞ്ചരിക്കാന്നറിയോ? സൈഡ് വഴിയാണ്. എന്നാൽ ഈ ഞണ്ട് മക്കളോട് പറയാണ്, മക്കളെ എല്ലാവരും മുമ്പോട്ട് നടന്നേ. ലാസ്റ്റ് ഞണ്ട് കുട്ടികൾ കുറെ പരിശ്രമിച്ചു. അവസാനം പറയാണ്, അപ്പ എനിക്ക് പറ്റുന്നില്ല, അപ്പനൊന്ന് കാണിച്ചതാ. പിന്നെ ഈ അപ്പം കാണിച്ചു കൊടുക്കുമോ? ഇതാ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ. നമ്മുടെ പേരൻസിന്റെ സ്വഭാവം നമുക്കറിയാതെ പിന്നെ ഇവര് നമ്മളെ ഉപദേശിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ചൊരു നോട്ടം, ഒരു ചാട്ടം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഞണ്ട് കുട്ടികളാവാനല്ല നിങ്ങളെ ഈശോ വിളിച്ചിട്ടുള്ളത്. നിനക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യങ്ങൾ, നീ ഒരു വിശ്വാസമാണ്. എന്റെ അപ്പൻ അമ്മ എങ്ങനെയാ, പിന്നെ എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ, എനിക്ക് മാറ്റമൊന്നും വരുത്താനില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫോൾട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും എന്ന് നീ ചിന്തിക്കുന്നിടത്താണ് ഈശോ പറഞ്ഞ വചനം കംപ്ലീറ്റ് ആകുന്നത്. നിന്നെ കുറിച്ചുള്ളൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. സ്വരമെടുത്ത് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കുറിച്ചുള്ള പദ്ധതി ഈശോയുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് ആരും കൂടി അറിയണം. ചില അപ്പന അമ്മയൊക്കെ ഉണ്ടല്ലോ, മരിക്കാൻ പോണ സമയത്ത് അവസാനം പറയും, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇത്രയും പൈസ സ്റ്റോക്ക് ചെയ്ത് FD ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാവും ഈ അപ്പന്റെ കൈ പിടിച്ച മോൻ പറയാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിൾ വേർഡ്സ്. ഇതൊക്കെ ആദ്യം പറയണ്ടപ്പാ, ഞാൻ എത്ര രൂപ കടെടുത്ത് നടന്നു അറിയാം. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ അപ്പനോട് ഇവൻ ചോദിച്ചിട്ടില്ല. ഇതേപോലെ ഈശോ നിന്നെ കുറിച്ചൊരു പദ്ധതി നടക്കുന്നുണ്ട്. പക്ഷെ നീ ഒരിക്കലും ഈശോയുടെ ആഗ്രഹം നീ അറിയുന്നില്ല. കാരണം എന്താ പറയോ, നീ ഈശോട് ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എത്ര പ്രാവശ്യം ഈശോട് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറെ ജമാല ചെല്ലും, കുറെ പ്രാർത്ഥിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചുമ്മാ ഈശോയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും? മൗനം സമ്മതമാണെന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടുകാരെ പ്രാർത്ഥനയ്ക്കെന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങളുടെ തലവിടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഓരോ പാർക്കില്, ഞങ്ങൾ ഇന്നാള് നേരത്തെ പാട്ട് പാടിയ ജോഷി സഹോദരന്റെ വീട് ചിമ്മിനി ഡാമിന്റെ അവിടെയാണ്. സോറി, ചിമ്മിനി ഡാം അല്ല, എന്താ മംഗലം ഡാം. ആ സഹോദരനൊക്കെ ഉണ്ടായിരുന്നു മംഗലം ഡാമിന്റെ അവിടെ. അപ്പൊ ഞങ്ങൾ അന്നത്തെ ദിവസം ഡാമിലേക്ക് ചെന്നപ്പോഴുണ്ടല്ലോ, ഡാമിലെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ആരെന്നറിയോ? ചെറുപ്പക്കാരാ. അപ്പൊ നമ്മൾ പ്രദേശമൊക്കെ ആണല്ലോ, നമ്മളിങ്ങനെ വയസ്സായ ആൾക്കാരാ. അപ്പൊ നമ്മളെ കണ്ണുകൾ എവിടേക്കും പോവാ? ആദ്യം കണ്ടോ ഇരിക്കണം ഒരറ്റുള്ള ഓരോ മുക്കിനും മൂലയിലും ഓരോ പെൺകുട്ടി ആൺകുട്ടികളിരുന്ന് ഈ കണ്ട് ശിങ്കാരികൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ തട്ടിക്കളിക്കും. നിങ്ങൾക്ക് പറ്റാത്ത പണി ചെയ്യാൻ ഇപ്പം ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ കുശുമ്പല്ലേ? അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കും പറ്റിയില്ല. എന്നാൽ ഈ ഇരിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ നാളെ എനിക്ക് അലഞ്ഞു ദുഃഖിച്ച് വരുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാ യുവാവ് നിന്റെ മാർഗം നീ എങ്ങനെ ശരിയാക്കേണ്ടത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടേ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഇന്ന് ഒത്തിരി പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒത്തിരി ചെറുപ്പക്കാര് ജോലിയിൽ പ്രവേശിക്കും, പിന്നീട് അങ്ങോട്ട് ജോലിയിൽ നിന്ന് ഒറ്റ ഇറക്കാം. കാരണം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ നമ്മള് മാറ്റിവെക്കും. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഉണ്ടായ ഒരു സംഭവം. എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന കുവൈറ്റിലാണ്. അവര് താമസിക്കുന്ന ഫ്ലാറ്റില് ഒരു 14 വയസ്സുകാരി ഇന്നലെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയോ? അവള് വാട്സപ്പിൽ കൂടെ ഒരുത്തനുമായിട്ട് പരിചയപ്പെട്ടു. നമ്മുടെ കേരളത്തിലെ ഒരുത്തന 21 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. ഇവള് ഈ ചെറുപ്പക്കാരനെ കാണാൻ 2 പ്രാവശ്യം ഈ കേരളത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിക്ക് വന്ന് പോയിട്ടുണ്ട്. വീട്ടുകാർ വിചാരിച്ചിട്ടില്ല ഇവള് പോകുന്നത് ഈ ചെറുപ്പക്കാരനെ കാണാനാണ്. പക്ഷെ പിന്നീട് വീട്ടുകാർ ഈ സത്യം തിരിച്ചറിഞ്ഞു. അതിന്റെ റിഫ്ലക്ഷനിൽ ഇവളോട് ചോദിച്ചു,
ഇവള് റിയാക്ട് ചെയ്ത് വീട്ടുകാരും വർത്തമാനം പറഞ്ഞു. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ആകെയുള്ള ജോലി എന്താണെന്നറിയോ? ഈ വാട്സപ്പിലിരുന്ന് ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മുത്തേ സ്വത്തേ ഹല്ലേലൂയ. സർവ്വവൃത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വീട്ടുകാർ ചോദിച്ചു, അവളെ ചീത്ത പറഞ്ഞു. അതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമാണ്. അതെ, എൻ്റെ മൂത്ത മകൻ 8ാം ക്ലാസ്സിലാണ്. അവൻ ഫോണിലൊക്കെ ഒന്ന് നോക്കിക്കോളൂട്ടാ, വാട്സപ്പ് ഹിസ്റ്ററി. കാരണം നമ്മൾ ഈ പിള്ളേർ നിങ്ങൾക്കൊക്കെ ഫോണില്ലേ? ഇന്ന് ഫോണില്ലാന്ന് പറഞ്ഞാൽ എന്തോ ഓക്സിജൻ മാസ്ക് ഇല്ലാത്ത പോലെ. ഹാലേലൂയ. സർവ്വവൃത്തി പറഞ്ഞേ ഹാലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, നിങ്ങളുടെ ഫോണില് നമ്മൾ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഒരു വെറൈറ്റി ഐക്കണും കാര്യങ്ങളൊക്കെയാണ്. എന്നാലൊരു 40-50 വയസ്സായ അപ്പച്ചന്മാരുടെ ഫോൺ നോക്കി നിങ്ങൾ പെട്ടെന്ന് ഗൂഗിൾ എടുക്കാൻ പറ്റും, പെട്ടെന്ന് യൂട്യൂബ് എടുക്കാൻ പറ്റും. നിങ്ങളിൽ വാട്സപ്പിൽ കാരണം വീണ്ടും ഹല്ലേലൂയ. ഈ രഹസ്യം ഇങ്ങനെ വെച്ച് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിക്കാതെ വരുമ്പോഴുണ്ടല്ലോ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു ധ്യാനത്തിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത്, നീ ഈശോയോട് പറയണം, ചോദിക്കണം, കർത്താവേ, എൻ്റെ ഈ യുവത്വത്തിൽ ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നൊരു ജോലി മേഖല, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നൊരു വിദ്യാഭ്യാസ മേഖല, ഞാൻ ഇനി എന്ത് മേഖലയിലേക്കാണോ മാറുന്നത്, കർത്താവേ, അത് നീ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു കാര്യം നീ അങ്ങനെ ചുമ്മാ വർത്തമാനം പറയും ഈശോയോട്. ഹാലേലൂയ. സർവ്വവൃത്തി പറഞ്ഞേ ഹാലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ 25ാം വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ചു. കാരണം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ഇനി കല്യാണം കഴിക്കണം. അമ്പടാ, അത്ര മുട്ടിട്ട് നടക്കണേ? അത്ര മുട്ടിട്ട് ഞാൻ നടക്കണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ പെൺകുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരെ കാണുമ്പോൾ അന്ന് ഇവളെ കല്യാണം കഴിക്കാം, കാരണം നമ്മളെ പിശാച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഈ തെറ്റായ ചിന്തകളൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? എനിക്ക് കല്യാണം കഴിക്കുകയാണ് ഇതിനേക്കാളും ഭേദം. അപ്പൊ എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാനാണ്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഒരു 10, 27, 29 വയസ്സായിട്ട് കല്യാണം കഴിച്ച അവനൊക്കെ ആഗ്രഹിച്ചിട്ടിരിക്കണേ. അപ്പൊ എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ, പിന്നെ മിണ്ടാണ്ടിരുന്നു. അങ്ങനെ വിവാഹം എന്ന ആഗ്രഹമായിട്ട് ഞാൻ പെൺകുട്ടികളെ കാണാൻ പോയി തുടങ്ങി. 8 പെൺകുട്ടികളെ കണ്ടിട്ടും അവസാനം ബ്രോക്കറിനോട് ദേഷ്യപ്പെട്ടു. നീ എന്തിട്ടാ കാണിച്ചേ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. അവസാനം അവൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്, നമുക്ക് അവളെ വിളിച്ചു നോക്കാം, നേഴ്സാണ്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. കുന്നംകുളം ഒരു അമ്പലത്തിന്റെ പറമ്പിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ 1.5 മണിക്കൂർ ഞാൻ ഈ പെണ്ണിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താ കാരണം അറിയോ? അവരെ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. കാണണമെങ്കിൽ 1.5 മണിക്കൂർ എനിക്ക് വന്നോന്ന് പറഞ്ഞു. പക്ഷെ അവർക്കറിയാം നമ്മൾ ഈ കുന്നംകുളത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് നിൽക്കണേന്ന്. അവര് നോർമലി പറയുന്നു, ഓക്കെ വന്നോളൂ, കുട്ടി ഇപ്പൊ ഉറങ്ങുകയാണ്, ഒരു 3:30 ആകുമ്പോൾ വന്നോളൂ. അപ്പൊ നമ്മൾ വിളിച്ചത് ഒരു 2 മണിക്ക് സമയത്ത് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകണ്ട, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കണ്ട മുതലാണ് ഇന്ന് എൻ്റെ 4 കുട്ടികളുടെ അമ്മയായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സർവ്വവൃത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ നിയന്ത്രിക്കുവാൻ, നിന്നെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പോയി വേറെ എല്ലാവരും നെഞ്ചത്ത് കയറല്ല ചെയ്യേണ്ടത്. മനസ്സിലാവുന്ന അപ്പൊ ചിലർ ചോദിക്കേ, ഒരു പഴംപൊരി തിന്നാൻ വേണ്ടി ആരെങ്കിലും ഹോട്ടൽ തുടങ്ങുമോ? അത് ശരിയാണല്ലോ. ആരെങ്കിലും ഹോട്ടൽ തുടങ്ങുമോ? അതെ. ഒരു ചില്ലി ചിക്കൻ കഴിക്കാൻ ആരെങ്കിലും ഹോട്ടൽ തുടങ്ങുമോ? കാശ് കൊടുക്കും, ചില്ലി ചിക്കൻ കഴിക്കും. ഇവിടുത്തെ ചില്ലി ചിക്കൻ ഇഷ്ടമായി, നാളെ അടുത്ത ചില്ലി ചിക്കൻ ഇഷ്ടപ്പെടും. നമുക്ക് കാര്യം മനസ്സിലാവണ്ട. ഈ ഇഷ്ടമനുസരിച്ച് ഓരോ ഹോട്ടലിൽ മാറി കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ പൊന്നുമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു യുവാവ് യുവതിയായി നീ മാറണമെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കണം. നീ ഇന്ന ജോലി ചെയ്ത് എന്താണ് നിന്റെ ഉദ്ദേശം? ഇന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്നൊരു പരിപാടി അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് ഞാൻ എടുത്ത് എന്താണ് ദൈവം ഞാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ
ധ്യാനത്തിന്റെ അവസാന നാളിൽ ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുകയില്ല എന്ന തീരുമാനമെടുത്ത് ഞാൻ ധ്യാനം കഴിഞ്ഞ് ബസ് ഇറങ്ങുന്നത് പള്ളിയുടെ മുമ്പിലാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി പിള്ളേർക്ക് കമ്പനിയുള്ള പിള്ളേരെ എവിടെ ഇരിക്കുക? ഈ പള്ളിയുടെ സ്റ്റെപ്പുമ്പിയാണ്. ഈ തെണ്ടിക്കുട്ടികൾ പള്ളിയിലേക്ക് ഉള്ളിക്ക് പോവില്ല, മുമ്പിൽ ഇങ്ങനെ ഇരിക്കും കൂട്ടം കൂടമായിട്ട്. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ബസ് ഇറങ്ങി മുമ്പോട്ട് വരുമ്പോഴുണ്ടല്ലോ എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു, വാടാ വാടാ ലിജോ. വേറെ പേരിട്ട് വിളിക്കാറല്ല, കാരണം കുറ്റം പേരെല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എന്റെ പേര് ഞാൻ സ്വയം ഞാൻ തന്നെ പറയുന്നു, ലിജോ പാടാണ് ഫ്രൈസലോ അല്ലെങ്കിൽ. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ കയ്യിൽ ബാഗുമായിട്ട് അവരുടെ മുമ്പിലേക്ക് ചെല്ലുക. എവിടെയായിരുന്നു? ഒരു 3-4 ദിവസം കണ്ടില്ലല്ലോ. ആ ധ്യാനം 4 ദിവസമൊക്കെ നടക്കണ ധ്യാനം. ഞാൻ പറഞ്ഞു ഞാനൊരു ധ്യാനം കൂടാൻ പോയതാണ്. പിന്നെ ചിരിയേ പോയി. എല്ലാവരും ഈ ധ്യാനത്തിന് പോകണവരാ. വായോ ഷെയർ ഇട്. അപ്പൊ 50 രൂപ ഷെയർ ഇട്ട് കഴിഞ്ഞാൽ ഹണീബി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒന്ന് വാങ്ങാൻ പറ്റും. അല്ലേ ഹണീബി എന്ന് പറഞ്ഞ തേനൊന്നല്ല കേട്ടോ മക്കളെ, നല്ല ഒന്നാന്തരം ഡ്രിങ്ക്. അപ്പോ ഞാൻ ഷെയർ ഇടാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇനി മുതൽ മദ്യപിക്കാനില്ല. അപ്പൊ ഒരുത്തം വന്ന് പുറത്ത് ഒറ്റ അടി അടിച്ച് ചിരിച്ചിട്ട് കൂട്ടുകാരാണല്ലോ. അപ്പൊ തിരിഞ്ഞ് ഞാൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ അല്ലെ, നമ്മുടെ നാവൊന്നും ഇങ്ങനെ അളകാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളില് എല്ലാം ഞാൻ സഹിച്ചിങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് വലിച്ചു മാറ്റി വെച്ച് അവർ എന്നെ തോളിൽ കയറ്റിയിട്ട് ഒറ്റ നടപ്പ. വിശുദ്ധനായ ലിജോ ജോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി. അപ്പൊ ഇവരിങ്ങനെ പാടുമ്പോൾ ഞാൻ ഇവിടുന്ന് പറയുന്നുണ്ട് എന്നെ ഇറക്കുന്നു. അപ്പൊ അവര് വീണ്ടും ഇങ്ങനെ ചിരി. ഫ്രണ്ട്സിന് എന്ത് പ്രശ്നം അല്ലേ? അവസാനം ഞാനുണ്ടല്ലോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. കാരണം എനിക്ക് പണ്ട് ഒരു വർത്തമാനം പറയുമ്പോൾ നല്ല കണക്റ്റഡ് തെറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കറക്റ്റ് ഫുൾ ഫോമും കറക്റ്റ് ഗ്രാമറുള്ള വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് പറയണം എന്നുള്ള പറഞ്ഞിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത. ധ്യാനത്തിൽ പറഞ്ഞൊരു പോയിന്റ് കിട്ടി, നിങ്ങൾ എന്നെയല്ല എൻ്റെ ഉള്ളിലുള്ള യേശുവിനെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പൊ ഇവർക്ക് വീണ്ടും ചിരി. അപ്പൊ സൗണ്ടിന് മാറ്റം തുടങ്ങി, മോഡുലേഷൻ മാറി തുടങ്ങി. നിങ്ങൾ എന്നെയല്ല എൻ്റെ ഉള്ളിലുള്ള യേശുവിനെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പൊ ഇവരെന്നെ ചിരിക്കും. ഞാൻ വേദനിപ്പിക്കുന്നത്. ഈ മോഡുലേഷൻ പറഞ്ഞപ്പോ ഒറ്റടില്ല നിലത്തേക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവര് കുപ്പി പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ അവര് വേറെ പുക വലിക്കുന്നു. അപ്പോൾ ചില ഫ്രണ്ട്സ് എന്നോട് ദുഃഖത്തോടെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്താണെന്നറിയോ? വലിയ പുണ്യാളെ, നീയല്ലട എന്റെ കണ്ണീർ കൂടെ പുക വരുത്തണ പഠിപ്പിച്ചിട്ട് വലിപ്പിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ ചില ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറയും കണ്ണീർ കൂടെ പോകേണ്ടതാണ്. അതിനൊക്കെ അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സിഗരറ്റ് പിടിച്ച് അവൻ്റെ കൈമേൽ കുത്തും. അപ്പൊ അവന്റെ കണ്ണീർ വെള്ളം വരും. ഇതാണ് കണ്ണീർ കൂടെ പോകണ പോകാം. അപ്പൊ അവൻ ചോദിച്ച ചോദ്യം കറക്റ്റാ. നീയല്ലട എന്നെ മൂക്കിയുടെ പുക വരുത്താൻ പഠിപ്പിച്ചത്. എന്നിട്ട് നീ ഇപ്പൊ വലിയ തൃശ്ശൂരിലെ ജോയ് പാലസ് എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്ക് ഞങ്ങളുടെ കോളേജ് മേറ്റ്സ് ഒരു ഗ്യാതറിങ് വെച്ചു. അപ്പൊ ഞാനും ചെന്നിരുന്നു. അപ്പൊ ഇതിലിങ്ങനെ കുപ്പികളിങ്ങനെ വെച്ചു, അതിൽ ഭക്ഷണം വയ്ക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കൊരു കൊക്കക്കോള അല്ലെങ്കിൽ എന്തെങ്കിലും പെപ്സി എന്ന്. കൊക്കക്കോളയാ ഒറ്റയ്ക്ക് 2 തീർക്കണവനാ. വേറൊരാൾ വന്നിട്ട് എൻ്റെ കാല് തൊട്ട് രാജാവേ ഓർമ്മയുണ്ടോ ഈ മുഖം? അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു പാവ ഒരു നമ്പൂതിരി എൻ്റെ ക്ലാസ്മേറ്റാണ്. അവന്റെ പൂണോലൊക്കെ ഇട്ടുള്ളൊരു നമ്പൂതിരിയെ അവന്റെ മൂക്ക് പിടിച്ച് വാഴക്കട് തൊഴിപ്പിച്ച് കുടിപ്പിച്ച് പഠിപ്പിച്ച അധ്യാപകനാണ് കൊക്കക്കോള മതിയെന്ന് പറഞ്ഞു. ഇവ എന്നെ നോക്കിയിട്ട് കാലുമൊന്നും രാജാവേ ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ടോ ചോദിച്ച പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സൂട്ടബിൾ. പക്ഷെ അവിടെയും ചിരിച്ചുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ചിരി കൂടിയുള്ളത്. ഇന്ന് എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ ദേഷ്യവും എൻ്റെ തെറിവിളിക്കലും എൻ്റെ സന്തോഷവും എന്താണ്? ഈ ചിരിയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നാളെ നിങ്ങളുടെ മുഖത്തോട്ട് ഞാൻ ചിരിക്കുമ്പോൾ ശരി തെറിവിളിക്കാലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ അന്ന് മുതല് ഞാൻ ഇരിക്കുന്നു, അവര് കുടിക്കുന്നു, ഞാൻ നോക്കിയിരിക്കുന്നു. പിന്നീട് ആ കണക്ഷൻസ് മെല്ലെ 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 പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
ക്ലാസ്സിൽ ധ്യാനത്തിനും മറ്റും നമ്മൾ ക്ലാസ് എടുത്ത് സൈഡിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, ഇവരൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യമാരായിട്ട് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നോക്കുമ്പോൾ ഞാൻ എടാ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ ആലിംഗനം ചെയ്യുമ്പോഴല്ലോ, ഞാൻ അന്ന് കണ്ടിരുന്ന ആ ഒരു റേഞ്ചിലല്ല ഇന്ന് അവൻ. ഇതേ ഒരു അനുഭവത്തിലേക്ക് ഈശ്വരനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരി, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ഈശോ നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയും, ഈ ഒരു ധ്യാനം കഴിഞ്ഞ് നീ തിരിച്ചു പോകുന്നത് സ്വർഗത്തിലേക്കൊന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എവിടേക്കാ? ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് നീ പോണത്, നരകത്തിലേക്കല്ലട്ടാ. നിന്റെ വീട്ടുകാരൊരു ചോദ്യം ചോദിക്കും, എങ്ങനെയുണ്ട് ധ്യാനം, എന്തെങ്കിലും തീരുമാനമായ? നിങ്ങളിപ്പോൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കുറച്ച് എന്താണെന്നേ അല്ലേ? അപ്പൊ ഈ വീട്ടുകാരുടെ മുമ്പിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ചിരിക്കണം, എൻ്റെ ഉള്ളിൽ ഈശോയാണ്, ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.